നമസ്കാരം. ഇന്ന് കോലാലംപൂരിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. കോലാലംപൂരിനടുത്തുള്ള സുപ്രസിദ്ധമായ ബാട്ടു കേവ്സ് കാണുവാൻ വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഗ്രാബ് ടാക്സിയൊക്കെ പിടിച്ചാണ് ഞങ്ങളിങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ ബാട്ടു കേവ്സ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു ഹിന്ദു ടെമ്പിളാണ്. സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്നത് 43 മീറ്റർ ഉയരമുള്ള സുബ്രഹ്മണ്യൻ്റെ ഒരു ഭീമാകാരനായ പ്രതിമയാണ്. ഇതാണ് ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. 325 മീറ്റർ ഉയരമുള്ള ചുണ്ണാമ്പുകല്ല് ഗുഹകൾ നിറഞ്ഞ ഒരു പർവ്വത പ്രദേശമാണ് ബാട്ടു കേവ്സ്. ഇവിടേക്ക് കയറുവാൻ പടിക്കെട്ടുണ്ട്. ആകെ 272 പടികളാണ് ഇതിൻ്റെ മുകളിൽ വരെ എത്തുവാനുള്ളത്. ഇവിടെ ഇടത് സൈഡിലും ഒരു അമ്പലവും ഹാളുമൊക്കെ ഉണ്ട്. വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ സമയക്കുറവ് കാരണം ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയില്ല. നേരെ മുകളിലേക്ക് പോയി. ഇവിടെ ഇങ്ങനെ ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പ്രൊഹിബിറ്റഡ് ഐറ്റംസ്, ഇതൊന്നും ഇവിടെ പറ്റില്ല. പടി കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മങ്കീസ് പോസ് ചെയ്യുന്നു. അതെ, മാറിക്കോ, ഒരുത്തം പുറകെ വന്നിരിപ്പുണ്ട്. ബാട്ടു കേവ്സിൻ്റെ മുകളിലെത്തുമ്പോൾ കാണുന്ന കോലാലംപൂരിൻ്റെ സിറ്റി കാഴ്ചയാണ് ഇത്. നല്ല മനോഹരമായ കാഴ്ചയാണ്. നമ്മളങ്ങനെ ഇതിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഈ പടികൾ എല്ലാം കയറി എത്തിയിരിക്കുകയാണ്. ഇതാണ് ബാട്ടു കേവ്സ്, ലൈംസ്റ്റോൺ ഫോർമേഷൻസ്. ഇത് ലൈംസ്റ്റോൺ ആണ് കേട്ടോ. ലൈംസ്റ്റോൺ ചുണ്ണാമ്പ് കല്ലാണ്. ചെറിയ മഴത്തുള്ളി. നിങ്ങളുടെ ബാക്കിലാണ് എല്ലാവരും ഇത് പിടിച്ചോണ്ടിരിക്കുന്നത്. விவோட சிம் தான் கொடுத்துருக்காரு. டேட்டா ரீசார்ஜ் ബാട്ടു കേവ്സിനകത്തെ കാഴ്ചകളാണ്. ഇവിടെ വെറും ഒരു അമ്പലം മാത്രമല്ല,
പല അമ്പലങ്ങൾ, പല പല പ്രതിഷ്ഠകളുടെ പല പല അമ്പലങ്ങളുണ്ട്. മുരുകനാണ് പ്രധാന പ്രതിഷ്ഠ. ഇത് ഒരു അമ്പലങ്ങളുടെ ഒരു സമുച്ചയമാണെന്ന് പറയാം. ധാരാളം ജനങ്ങളുണ്ട്. ഭക്തജനങ്ങളും അതുപോലെ ടൂറിസ്റ്റുകളും ധാരാളമായി ഇവിടെ എത്തുന്നുമുണ്ട്. ഈ പടിക്കെട്ടുകൾ കയറി എത്തുന്നതാണ് പ്രധാന അമ്പലം മുരുക സന്നിധി. ഞങ്ങൾ പടിക്കെട്ടുകൾ കയറി അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആണ് മെയിൻ ഏരിയ. ആരാ ശ്രീ വള്ളി തൈവനൈ സുബ്രഹ്മണ്യർ സന്നിധി. വഴിപാട് വിവരങ്ങൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. മലേഷ്യയിലായതിനാൽ ഇതിൻ്റെ ചാർജുകളെല്ലാം റിങ്കിറ്റിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ റിങ്കിറ്റിലുള്ള അർച്ചനയുടെയും മറ്റും വിവരങ്ങളാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഞങ്ങൾ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് പടിക്കെട്ടുകൾ ഇറങ്ങി താഴെ എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടെ ഷോപ്പുകളുണ്ട്. ബാട്ടു കേവ്സിൽ വരുന്നവർക്കുള്ള ഒരു ടിപ്പ്, നിങ്ങൾ രാവിലെ എത്താൻ നോക്കണം. രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിന് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മളെ ഇഡലിയും ദോശയും എല്ലാം കിട്ടുന്ന കടകൾ ഇവിടെ ഉണ്ട്.
ഞങ്ങളവിടെ ഗ്രാബ് വഴി ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, നേരെ ഇനി പോന്നാൽ മതി. കൊലാലംപൂരിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഗ്രാബിൽ ഞങ്ങൾ 6 പേരുടെ വാനിന് 30 റിങ്കിട്ടാണ് ആയത്. അപ്പം നേരെ ഇനി വന്നു കഴിഞ്ഞാൽ അവിടെ ഫുഡ് ഓപ്ഷൻസൊക്കെ ഉണ്ട്. രാവിലെ കയറുന്നതാണ് നല്ലത്. വെള്ളച്ചാട്ടമുണ്ട് കേവിൽ, നമുക്കവിടെ പോയി നിൽക്കാം. ഒരു കുളം ആയിട്ടുണ്ട്. അതൊക്കെയാണ് ബാട്ടു കേവ് ടെമ്പിളിന് ചുറ്റുമുള്ള കാഴ്ചകളാണ്. കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഫീസ് ഉണ്ടായിരിക്കും. ആർട്ട് ഗാലറി ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടാ. റൈറ്റ് സൈഡിൽ വെള്ളച്ചാട്ടം. ഞങ്ങൾ ഇവിടെ നിന്ന് ഗെൻറ്റിംഗ് ഹൈലാൻഡ്സിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഗരുഡൻ തന്നെ, മലേഷ്യൻ പരുന്ത്. വെള്ളമയിൽ. മയിലുകളുടെ ഒരു കൂടാരം, ഒരു ഷെൽട്ടർ. ഇവിടെ ഒരു ഭീമാകാരൻ ഗരുഡൻ്റെ പ്രതിമ. അടുത്ത ഡെസ്റ്റിനേഷൻ ഗെൻറ്റിംഗ് ഹൈലാൻഡ്സ്. അവിടെ നിന്ന് ഗ്രാബ് ടാക്സി പിടിക്കണം. അതിനുള്ള പിക്കപ്പ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗെൻറ്റിങ്ങിലെ മായ കാഴ്ചകളുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണും വരേക്കും വണക്കം. ബൈ ബൈ.